അമേരിക്കയിലും യൂറോപ്പിലും കൊക്കക്കോളയും ലേസും പിൻവലിക്കേണ്ടി വന്ന അഥവാ റീകോൾ ചെയ്യേണ്ടി വന്ന സാഹചര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞോ? എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഈ കോളയും ലേസും ഇന്ത്യ പോലെയുള്ള മൂന്നാം ലോകരാജ്യങ്ങളിലേക്ക് എത്തുമോ? ഇതൊക്കെയാണ് ചിന്തോസ്കി ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയം വലിയ ചർച്ചകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എന്തിനാണ് ലേസ് മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചത്? മാർക്കറ്റിൽ ലഭിക്കുന്ന പാക്ഡ് ഫുഡ് ഐറ്റംസിലൊക്കെ അവയുടെ ഇൻഗ്രീഡിയൻസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണമെന്നാണ് നിയമം. എന്നാൽ ലേസിന്റെ നിരോധിത ബാച്ച് നമ്പറുകളിൽ ഡിക്ലറേഷൻ ഇല്ലാതെ പാലിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനാലാണ് മാർക്കറ്റിൽ നിന്ന് അവ പിൻവലിച്ചത്. പാല് ഉണ്ടായതുകൊണ്ട് പിൻവലിക്കേ? അത് നല്ലതല്ലേ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. പാല്, ഗോതമ്പ്, നട്ട്സ്, ചെമ്മീൻ, മഷ്റൂം തുടങ്ങിയ പല ഭക്ഷ്യവസ്തുക്കളും അലർജിക്ക് കാരണമാകാറുണ്ട്. അലർജനുകളായ ഘടകങ്ങൾ പാക്കറ്റിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യണമെന്നാണ് നിയമം. അങ്ങനെ ഡിക്ലെയർ ചെയ്യാത്ത 6300 പാക്കറ്റ് ലേസാണ് അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ക്ലാസ് 1 ഹയസ്റ്റ് റിസ്ക് ലെവലായി ഡിക്ലെയർ ചെയ്തതിനെ തുടർന്ന് കമ്പനി റീകോൾ ചെയ്തത്. ബെൽജിയത്തിലെ ഒരു ഉൽപാദന പ്ലാന്റിൽ കുപ്പികളിലും ക്യാനുകളിലും ക്ലോറേറ്റ് എന്ന രാസവസ്തുവിന്റെ അളവ് സാധാരണയേക്കാൾ ഉയർന്ന അളവിൽ കണ്ടെത്തിയതിനെ തുടർന്ന് 328 GE to 338 GE വരെയുള്ള പ്രൊഡക്ഷൻ കോഡുള്ള പാനീയങ്ങൾ തിരിച്ചു വിളിച്ചു. ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഇത് കയറ്റി അയക്കപ്പെട്ടിരുന്നു. ഭക്ഷ്യ സംസ്കരണത്തിന് ഉപയോഗിക്കുന്ന ജലത്തിന്റെ സംസ്കരണത്തിന് ഉപയോഗിക്കുന്ന ക്ലോറിൻ അണുനാശിനികളിൽ നിന്നാണ് ക്ലോറേറ്റ് വരുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുന്നതും പ്രത്യേകിച്ച് കുട്ടികളിൽ ഗുരുതരമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇത് കാരണമായേക്കാം. എന്താണ് ഇന്ത്യയിൽ, അതായത് നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കൾ റീകോൾ ചെയ്യപ്പെടാത്തത്? റീകോൾ ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഭക്ഷ്യസുരക്ഷാ നിയമം സെക്ഷൻ 28 പ്രകാരം ഏതെങ്കിലും ഒരു ഭക്ഷ്യവസ്തുവിൽ മനുഷ്യന് ഹാനികരമായ ഏതെങ്കിലും ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഉൽപാദകന് ബോധ്യപ്പെട്ടാൽ അത് വിപണിയിൽ നിന്ന് റീകോൾ ചെയ്യപ്പെടേണ്ടതുണ്ട്, അഥവാ പിൻവലിക്കേണ്ടതുണ്ട്. അതൊരു ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശത്താലോ സ്വമേധയാ ചെയ്യാവുന്നതോ ആണ്. ഉൽപാദകർക്ക് ലൈസൻസ് ലഭിക്കുന്നതിന് ഒരു റീകോൾ പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് വേണം റീകോൾ നടപ്പിലാക്കേണ്ടത്. ഭക്ഷ്യസുരക്ഷാ നിയമം സെക്ഷൻ 28 ഫുഡ് റീകോളിനെ കുറിച്ച് പറയുന്നത്. അതോറിറ്റിയുടെ നിർദ്ദേശം ലംഘിച്ച് ഫുഡ് റീകോൾ ചെയ്യാതിരിക്കുന്നത് 2 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ്. കൂടാതെ മനുഷ്യജീവന് ഹാനികരമായ ഘടകങ്ങൾ ഉൽപ്പന്നത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന ലാബ് റിസൾട്ട് ലഭിച്ചാൽ അത് മരണകാരണമായേക്കാമെന്ന് തെളിഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. റീകോൾ നടക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി റിപ്പോർട്ട് ചെയ്ത റീകോൾ അജ്മി ബ്രാൻഡിൻ്റെതാണ്. രുചികരമായ പുട്ടുപൊടി വിപണിയിൽ എത്തിച്ച തരംഗമായ ബ്രാൻഡാണല്ലോ അജ്മി. വിപണി കീഴടക്കുന്നതിനായി നിരവധി ഫുഡ് ഐറ്റംസ് ഇപ്പോൾ അജ്മി ഇറക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റായി അജ്മി പുറത്തിറക്കിയ ചക്കി ഫ്രഷ് ആട്ടയിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതും ഛർദ്ദിക്കാൻ പ്രവണതയുളവാക്കുന്ന തരത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമായ ഒരു മോശം മണവും രുചിയും ഉള്ളതായി പരാതി ഉയർന്നിരുന്നു. CABL 28 ബാച്ചിലാണ് ഈ പരാതി ഉയർന്നത്. ഇതേ തുടർന്ന് അജ്മി പ്രസ്തുത ബാച്ചിലുള്ള ആട്ട റീകോൾ ചെയ്തു. ഇന്ത്യ ഗേറ്റ് എന്ന സ്ഥാപനം ഇത്തരത്തിൽ പെസ്റ്റിസൈഡ് റെസിഡ്യൂ കണ്ടെത്തിയതിനെ തുടർന്ന് അവരുടെ പ്രീമിയം ബസ്മതി 1 കിലോ പാക്കറ്റുകളും റീകോൾ ചെയ്തു. തീർച്ചയായും അങ്ങനെയല്ല. ഭക്ഷ്യസുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഞാനും നിങ്ങളും കച്ചവടക്കാരും ഉൽപാദകരും നിയമപാലകരും എല്ലാവരും ഒത്തൊരുമിച്ചാലേ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കും. ഫുഡ് സേഫ്റ്റി ഈസ് എവ്രിവൺസ് ബിസിനസ്. നിയമത്തിലെയും സാങ്കേതിക വിദ്യയിലെയും മാറ്റങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, മാറ്റങ്ങളെ ഉൾക്കൊള്ളുക. നിയമം പാലിക്കാത്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. നിയമം ഭേദഗതികളിലൂടെ ശക്തിപ്പെടുത്തുക. അപ്പൊ ശരി, പിന്നെ പക്കല.